കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഗൂണ്ടാ നേതാവായ ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടു. പ്രതികൾ ഓച്ചിറയിൽ തന്നെ ഉള്ളതായാണ് പോലീസിന് കിട്ടിയ വിവരം. അലുവ അതുല്, ഹരി, പങ്കജ്, പ്യാരി, രാജപ്പൻ എന്നിവരുടെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടത്. സുജിത് സുരേന്ദ്രൻ കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സുജിത്ത്, പോലീസിന്റെ മുന്നിൽ നിന്നും വണ്ടിയിലിറങ്ങി ഓടിയ പ്രതികളാണ്. ഇതുവരെയും എന്തുകൊണ്ടാണ് അവരെ പിടികൂടാൻ പോലീസിന് കഴിയാതെ പോകുന്നത്? സുജിത്ത്. അഷ്മി, കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവായ ജിം സന്തോഷിനെ കൊലപ്പെടുത്തുകയും ഒപ്പം തന്നെ വവ്വാക്കാവ് സ്വദേശി അനീറിനെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതികളുടെ അരികിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഏത് നിമിഷവും ഇവർ പോലീസിന്റെ പിടിയിലാകുമെന്ന് തന്നെയാണ് ലഭിക്കുന്നത് വിവരങ്ങൾ. അതായത് അതിൽ അലുവ അതുൽ, അതുപോലെ തന്നെ പങ്കജ്, രാജപ്പൻ, പ്യാരി, ഹരി അല്ലെങ്കിൽ ഹരി മൈന എന്നറിയപ്പെടുന്ന ഹരി എന്നിവരുടെ ചിത്രങ്ങളാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇവർ ഇതിൽ 3 പേർ പ്രധാനമായി കാപ്പ കേസിലെ പ്രതികളാണ് എന്നാണ് പോലീസ് പറയുന്നത്. പങ്കജ്, അതുപോലെ തന്നെ അതുൽ, രാജപ്പൻ അലിയാസ് രാജീവ്, പ്യാരി, ഇങ്ങനെ 4 പേരാണ് കാപ്പ കേസിലെ പ്രതികളായിട്ടുള്ളത്. ഇവർക്കെതിരെ മാത്രമല്ല മറ്റു പ്രതിക്കെതിരെയും നിരവധി കേസുകളാണ് ഓച്ചിറ, കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനുകളായി ഉള്ളത്. അതും നിരവധി ക്രിമിനൽ കേസുകൾ തന്നെയാണ് ഇവർക്ക് മേലുള്ള ചുമത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് തന്നെ പ്രതികൾ പിടിയിലായേക്കുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. 18 അംഗ സംഘമാണ് വിവിധ ഇടങ്ങളിലായി പ്രതികൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയത്. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രതികളെ പിടിയിലാകാത്തതിൽ പോലീസിന് മേൽ ശക്തമായ സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രതികൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ ഏത് നിമിഷവും പിടിയിലായേക്കുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം ഇന്നലെ കൊല്ലപ്പെട്ട ജിം സന്തോഷിന്റെ മൃതദേഹം ഓച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ സംസ്കാരത്തിനായി വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും പ്രതികൾക്ക് അരികിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ പ്രതികളുടെ വാഹനങ്ങൾ പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ കൃത്യമായി പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാന പ്രതി അല്ലെങ്കിൽ ഇതിന് ഈ കൊട്ടേഷൻ സംഘത്തിന് നേതൃത്വം നൽകുന്ന ആൾ പങ്കജ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പങ്കജിനെ ജിം സന്തോഷ് പണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചതും ആ കേസിൽ സന്തോഷ് ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ പങ്കജിന്റെ വീട് കത്തിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അനീർ പ്രതിയായിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഈ ഒരു കുടിപ്പക തന്നെയാണ്, ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പക തന്നെയാണ് ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതികൾ അല്പസമയത്തിനകം അല്ലെങ്കിൽ മുഴുവൻ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അലുവ അതുല്, ഹരി, പങ്കജ്, പ്യാരി, ഏതോ മൈനയും ഗുരുവിയൊക്കെ അല്പസമയത്തിന് പിടിയിലാകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.